രാഹുലിനെതിരെയുള്ള സമാനമായ ആരോപണമല്ല ഉണ്ടായിരിക്കുന്നത്. രാഹുൽ ലൈംഗിക വൈകൃതം പിടിച്ചൊരു രോഗിയെ പോലെ പെരുമാറിയിട്ടുള്ളത്. കൃഷ്ണകുമാറിനെതിരെ ഉണ്ടായ ആരോപണം ഇത് ഇന്നലെ വന്ന ആരോപണമല്ല. 2015-ലും 2020-ലും ഇതേ ആരോപണങ്ങൾ വന്നാണ്. BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവ ഇപ്പോൾ മീഡിയ വണ്ണൊപ്പം ചേരുകയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഒക്കെ വിലയിരുത്തുന്നതിന് വേണ്ടി കൂടിയാണ്. അപ്പം രാഹുലിനെതിരെ വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. BJP അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നതാണ്. പ്രതിഷേധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നുണ്ട്, നാളെയുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ ശക്തമായ പ്രതിഷേധം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുന്നവരെ BJPയുടെ ഭാഗത്തുനിന്ന് അതിശക്തമായ പ്രതിഷേധങ്ങളുണ്ടെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. രാഹുലിനെതിരെയുള്ള സമാനമായൊരു ആരോപണം BJP നേതാവ് കൃഷ്ണകുമാറിനെതിരെയും ഇപ്പോൾ അത് തെറ്റാണ്. മീഡിയ വണ്ട റിപ്പോർട്ട് പറഞ്ഞതന്നെ തെറ്റാണ്. രാഹുലിനെതിരെയുള്ള സമാനമായ ആരോപണമല്ല ഉണ്ടായിരിക്കുന്നത്. രാഹുൽ ലൈംഗിക വൈകൃതം പിടിച്ചൊരു രോഗിയെ പോലെ പെരുമാറിയിട്ടുള്ളത്. കൃഷ്ണകുമാറിനെതിരെ ഉണ്ടായ ആരോപണം ഇത് ഇന്നലെ വന്ന ആരോപണമല്ല. 2015-ലും 2020-ലും ഇതേ ആരോപണങ്ങൾ വന്നാണ്. 2014 ആ യുവതി ഇത്തരത്തിൽ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടിട്ടുണ്ട്. കോടതിയിലെത്തി. കോടതിയുടെ പരിഗണനയിൽ ഈ വിഷയം ഉണ്ടായിരുന്നു. കോടതിയിൽ കൃത്യമായ വാദം നടന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ കേസ് 2024 കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. അത് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടൊരു പരാതിയാണ്. രാഹുലിനെതിരെ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട പരാതിയല്ല. നിർബന്ധിച്ച് ഗർഭഛിദ്രം ചെയ്തു. തുറന്നു വരുന്ന അനുഭവങ്ങൾ അതാണല്ലോ നമ്മൾ കേട്ടിരുന്നത്. നിർബന്ധിച്ച് ഗർഭഛിദ്രം ചെയ്തു, നിന്നെ കൊല്ലാൻ എത്ര സെക്കൻഡ് വേണം, ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്? കൃത്യമായി 2015 കോടതിക്ക് മുൻപിൽ 2014 കോടതിയിൽ മൊഴി കൊടുത്ത സമയത്ത് എന്നെ ശാരീരികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നല്ല, കൃത്യമായി അന്ന് തന്നെ കോടതിയിൽ മൊഴി കൊടുത്ത് കോടതി അതിൽ അന്വേഷണം നടത്തി. ബഹുമാനപ്പെട്ട കോടതി അതിനകത്ത് കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട് 2024. സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട പരാതി തന്നെയാണ്. അതിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇന്നലെ ചാനലിൽ പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് കൃഷ്ണകുമാർ തന്നെ കൃത്യമായ വിവരങ്ങൾ ചാനലുകൾക്ക് മുമ്പിൽ കൊടുത്തിട്ടുണ്ട്. ആ FIR കോപ്പി ഉൾപ്പെടെ പരിശോധിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഇത് 2015-ലും 2020-ലും എല്ലാം വന്ന നനഞ്ഞ പടക്കമാണിത്. ഇനി അതിന് ആവശ്യമില്ല. കാരണം പഴയ വീഞ്ഞ് എല്ലാ ഇലക്ഷൻ വർഷത്തിലും വരും. സാധാരണ ഈ ലീപ് ഇയേഴ്സ് എല്ലാ 4 വർഷം കൂടുമ്പോഴാണ് ഫെബ്രുവരി 29 വരുന്നത്. ലീപ് ഇയർ പോലെയാണ് എല്ലാ ഇലക്ഷൻ ഇയറിലും വരുന്ന ആരോപണമാണിത്. ഇപ്പം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രതിഷേധങ്ങളെ നേരിടുന്നു. അല്ല, ഇതിലെന്തിനാ പ്രതിഷേധം? 2015-ലും 20-ലും എല്ലാം വന്ന സംഭവത്തിന് ഇവിടെ കോൺഗ്രസുകാരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കണം. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് അവർ. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് ജനങ്ങളെ പറഞ്ഞ് പറ്റിക്ക് വഞ്ചിക്കുകയും ചെയ്യുന്നു. അതേ സമയത്ത് രാഹുലിനെ ചേർത്ത് നിർത്തുകയും ചെയ്യാണ്. അപ്പൊ ആ വിഷയത്തിനെ മറികടക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു വിഷയമായിട്ട് വന്നാൽ അതിനെയൊക്കെ വളരെ കൃത്യമായിട്ട് തികഞ്ഞ പുച്ഛത്തോടുകൂടി ഞങ്ങൾ തള്ളിക്കളയുന്നു. പിന്നെ ഞങ്ങളുടെ പാർട്ടി ഓഫീസിന് നേർക്ക് വരുന്ന സമരങ്ങളെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. പാർട്ടി ഓഫീസ് എന്ന് പറയുന്നത് കേവലം കെട്ടിടം മാത്രമല്ല, അത് ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരുടെ വികാരമാണ്. ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരുടെ ചോരയും നീരും ഒഴുക്കിയുണ്ടാക്കിയിട്ടുള്ള സംഭവമാണിത്. അപ്പോൾ അത് എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യം. കോൺഗ്രസ് BJP പാർട്ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയാൽ അത് നേരിടും. അല്ല, കോൺഗ്രസ് പാർട്ടി ജനാധിപത്യപരമായി അവർക്ക് ഒരു വിഷയത്തിൽ പ്രതിഷേധിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഇതിനകത്ത് കോടതി കുറ്റവിമുക്തനാക്കിയ ഒരാൾക്ക് നേരെ ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? പിന്നെ BJP ഓഫീസിനകത്തേക്ക് ഇനിയും അവർ ഇത്തരത്തിൽ പ്രതിഷേധങ്ങളും മാർച്ചുമൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്ക് മുൻപിൽ ഞങ്ങളുടെ ഓഫീസിന്റെ വാതിൽ തുറന്നിട്ടുണ്ട്. 2 ഗേറ്റും ഞങ്ങൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ധൈര്യമായിട്ട് അവർക്ക് ഓഫീസിനകത്തേക്ക് കടന്നു വരാം. പിന്നെ ഞങ്ങൾ അതെങ്ങനെയാണ് ഞങ്ങളുടെ ഓഫീസിനെ സംരക്ഷിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതോടൊപ്പം തന്നെ രാഹുലിനെതിരെയുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അതും ഞങ്ങൾ സ്റ്റാൻഡ് വളരെ കൃത്യമായി പറഞ്ഞല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുന്നതുവരെ അതിശക്തമായ സമരങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധവുമായി BJP മുന്നോട്ട് പോകും. അതേസമയം കൃഷ്ണകുമാറിനെതിരെ ഉണ്ടായ ആരോപണങ്ങൾ അത് കേവലം ആരോപണങ്ങൾ മാത്രമാണ് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അനുരൂപ് ചീക്കോടിനൊപ്പം ജംഷീർ കോടതി, മീഡിയ 1 പാലക്കാട്.